യേശുക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി, ക്രിസ്തു എന്ന വ്യക്തി ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനും, അതായത് സൂര്യൻ ഉണ്ടായതിനു ശേഷമാണ് കാലം ഉണ്ടായത്. സൂര്യനെ ദൈവം സൃഷ്ടിക്കുന്നത് മനുഷ്യന് കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാനാണ്. ദൈവത്തിന് കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയേണ്ട ഒരു ആവശ്യവുമില്ല. അവന് മരണമില്ല. അവൻ നിത്യനായതുകൊണ്ട് മരണമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് കാലങ്ങളെയും സമയങ്ങളെയും നിശ്ചയിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. പിതാവും പുത്രനും ഒന്നിച്ച് സ്വർഗത്തിൽ വസിക്കുന്നുണ്ടായിരുന്നു. അനാദികാലം മുതൽ എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തവന് അവസാനവുമില്ല. അപ്പോൾ ഈ പുത്രനായിരിക്കുന്ന ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടില് അതിന് അനാദികാലം എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തവനായിട്ട് ഉണ്ടായിരുന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായിട്ട് യേശു എന്ന രൂപമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും പാപം ചെയ്തവരായിരിക്കാലും, നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന് വിരോധികളായിട്ട് തീർന്നിരിക്കാലും, അവന്റെ ശത്രുത്വമായിരിക്കുന്ന മരണം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് ആ മരണത്തിൽ നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ ആ നിയമത്തിന് മുമ്പിൽ അവൻ നമുക്ക് പകരക്കാരനായിട്ട് മരിക്കണമായിരുന്നു.